സ്നേഹസദനത്തിലെ വസന്തൻ മല്ലികയും മീനാക്ഷിയമ്മയോടായിട്ട് പറയുന്നുണ്ട്, എന്നാലും സാർ എവിടെ പോയി, സാർ എവിടെ പോയാണെങ്കിലും എന്നോട് പറയാറുണ്ടല്ലോ, ഇതിപ്പോൾ പോയിട്ട് ഇത്രയും സമയമായി, എന്നിട്ട് സാറിൻ്റെ ഒരു വിവരവുമില്ല, ഇത് എവിടെ പോയതായിരിക്കും എന്ന് അവരിങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ മീനാക്ഷിയമ്മ പറയട്ടെ, ഇനി എങ്ങനെ ഹോസ്പിറ്റലിൽ മറ്റേ പോയതായിരിക്കുമോ, സാറിന് പനിയോ ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടും നമ്മളറിഞ്ഞാൽ നമ്മളെ കൂടി ബുദ്ധിമുട്ടാക്കണ്ട എന്ന് കരുതിയിട്ട് പറയാതെ പോയതായിരിക്കുമോ എന്നൊക്കെ പറയാണ്. ഇതിനിടയിലേക്കാണ് വിശ്വനാഥ് സാർ കടന്നു വരുന്നത്. മീനാക്ഷിയമ്മ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു, സാർ ഇത് എവിടെ പോയിരുന്നു? അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട്, പറഞ്ഞില്ല, ഞാനൊരു സ്ഥലം വരെ പോയതാണ്. അപ്പോൾ പ്രിയ വന്നിട്ട് പറയുന്നത്, അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആരോടും ഒന്നും പറയാതെ പോകുന്നത്. അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട്, അറിയേണ്ട സമയത്ത് തന്നെ ഒക്കെ അറിയും മോളെ, എനിക്കറിയാം അച്ഛൻ എവിടേക്കാണ് പോയതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിശ്വനാഥൻ ചോദിക്കുന്നുണ്ട്, എവിടേക്കാ? ഗവൺമെൻറ്റിൽ നിന്ന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിനുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടില്ല ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ മീനാക്ഷിയമ്മ പറയും, ഇതൊക്കെ എന്തിനാണ് നമ്മളറിയാതെ പോകുന്നത്? അത് നമ്മളറിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഓർത്ത് നമ്മൾ വിഷമിക്കുമെന്ന് കരുതിയിട്ടാണ് അല്ലേ അച്ഛ എന്നൊക്കെ പ്രിയ പറയുമ്പോൾ വിശ്വനാഥ് സാർ പറയുന്നുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഒക്കെ മാറും എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ രാധമോളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, അവൾ കരഞ്ഞിട്ടൊന്നുമില്ലല്ലോ, അവളെ റൂട്ടീൻ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഹെൽത്ത് ആളുകൾ വരും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ മീനാക്ഷിയമ്മ പറയണ്ടേ, പൂജമോൾക്ക് രാധമോളെ വലിയ കാര്യമാണല്ലോ, ഇവിടെ എല്ലാവരും പറയുന്നു. അപ്പോൾ വിശ്വനാഥൻ പറയണേ, പൂജയ്ക്ക് അതിനെ ആരെ ഇഷ്ടമില്ലാത്ത എല്ലാവരും ഇഷ്ടമാണ്, പക്ഷെ ചിലരൊക്കെ അവളെ വെറുക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ പ്രിയയുടെ മുഖം വല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ തന്നെ വിശ്വനാഥൻ പറയുന്നുണ്ട്, ഞാൻ മോളെക്കുറിച്ച് പറഞ്ഞതല്ല, വെറുതെ ചുമ്മാ പഴയ കാലങ്ങൾ ഓർത്തു എന്നുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ പ്രിയ അതൊന്നും സാരമില്ല, പിന്നീട് മോളുവാ എന്ന് പറഞ്ഞിട്ട് പ്രിയയും കൂട്ടി അകത്തേക്ക് പോവാണ്. അവർ പോയതിനു ശേഷം വീണ്ടും മീനാക്ഷിയമ്മ പറയണേ, എന്തിനായാലും സാറ് എന്തിനു വേണ്ടിയായിരിക്കും പോയത്? അപ്പം മല്ലിക പറയുന്നുണ്ട്, എന്തോ പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടിയായിരിക്കും. അപ്പം വസന്ത പറയുന്നുണ്ട്, നേരത്തെ അമ്മ പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. പിന്നീട് കാണിക്കുന്നത് പൂജയും നന്ദഗോപനും കൂടി അർജുനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, മോളെ ഇനി അർജുൻ വരുമ്പോൾ വിഷമിക്കരുത്, പരോളുടെ കാര്യമായതുകൊണ്ട് 10 മിനിറ്റ് മാത്രമേ അനുവദിക്കുകയുള്ളൂ സംസാരിക്കാം. അതിനിടയിൽ കേസിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഒപ്പിട്ട് വാങ്ങണം, അത് സൂപ്രണ്ടിനെ ഏൽപ്പിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ പൂജ പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാച്ച, എന്നാലും ഇങ്ങനെ ഒരു വിധി എനിക്കുണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അച്ഛാ. നമ്മൾ സ്വപ്നം കാണുന്നത് പോലെ നടക്കുന്നുവെങ്കിൽ ഇത് ഭൂമിയാകില്ല, സ്വർഗമാകില്ലേ എന്ന് നന്ദഗോപൻ തിരിച്ചു പറയുന്നുണ്ട് കേട്ടോ. അവനെ കാണുമ്പോൾ നിന്റെ കണ്ണ് നിറയരുത്, ഔദ്യോഗിക കാര്യത്തിന് വന്ന പോലെ മാത്രമേ അവന് ഫീൽ ചെയ്യാവൂ. അങ്ങനെ അർജുനെ പോലീസ് അവിടേക്ക് കൊണ്ടുവരാൻ കേട്ടോ. കേസിന്റെ കാര്യം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, വെറും 10 മിനിറ്റുള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ. ശേഷം പൂജ ജുവേട്ടാന്ന് വിളിക്കുന്നുണ്ട്, അർജുന്റെ കണ്ണൊക്കെ നിറയാൻ. അവർ പരസ്പരം സങ്കടം മുഖത്ത് കാണുന്നു. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അർജുൻ പ്ലീസ് ഈ സമയത്ത് ഇമോഷണൽ ആവരുത്. പിന്നീട് പൂജ പറയുന്നുണ്ട്, അജുവേട്ട അത് പരോളിനുള്ള അപേക്ഷയാണ്, അജുവേട്ടന് ഒപ്പിടണം. അപ്പോൾ അർജുൻ പറയണ്ടേ, എന്തിനാ പൂജ വെറുതെ നിങ്ങളുടെ സമയം ഇതിനൊക്കെ വേണ്ടി ചെലവഴിക്കുന്നത്? എനിക്കെന്തായാലും പരോളൊന്നും കിട്ടാൻ പോകുന്നില്ല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം, മാത്രവുമല്ല കൂടുതലൊന്നും നടക്കാനും പോകുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പൂജ അയ്യോ എന്ന് വിളിച്ച് നിലവിളിക്കുകയാണ്. അപ്പോൾ അജുവേട്ടൻ അങ്ങനെയാണ് കരുതുന്നത്, അപ്പോൾ ഞങ്ങളുടെ ശ്രമങ്ങൾക്കൊന്നും തീരെ വിലയില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ലടോ, ഇതിനകത്ത് കുറെ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു മരവിപ്പ് വരും, അതുകൊണ്ട് ചോദിച്ചു പോയതാ. എനിക്കറിയാം താൻ എൻ്റെ മുൻപിലുള്ളപ്പോൾ എനിക്കൊരു കുഴപ്പവും വരില്ല, താനാണ് എന്നും എൻ്റെ ശക്തി എന്നൊക്കെ പറയാനിട്ട് അർജുൻ. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, കണ്ടോ മോളെ, അർജുൻ എൻ്റെ മേൽ എത്രമാത്രം പ്രതീക്ഷയാണ് വെച്ചിരിക്കുന്നത് കണ്ടോ? അപ്പോൾ പൂജ അതെ അച്ഛാ. പിന്നീട് അർജുനോട് പറയുന്നുണ്ട്, അജുവേട്ടൻ ഈ ഷീറ്റിൽ ഒപ്പിടണം, പിന്നീട് ഇത് സൂപ്രണ്ട് വഴി ഞങ്ങൾ ഫോളോ ചെയ്യും. പരോൾ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ദിവസത്തെ കേസുവാദം ഉണ്ടാവും. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, എന്നെ കുരുക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരിക്കും എതിർപ്പ്. അപ്പോൾ പൂജ പറയണം, ആയിക്കോട്ടെ അജുവേട്ടാ, ഞങ്ങളും ഒരുങ്ങി തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, അർജുൻ നിന്നെ കുരുക്കാൻ നോക്കിയവർക്കെതിരെ ഒരു തിരിച്ചടി കൊടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന്റെ ആദ്യ ചുവടുവെൽപ്പാണ് ഈ പരോൾ. മോളുടെ നൂലുകെട്ടിനെ നീ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്ന പൂജയുടെ വാശിയിൽ നിന്നാണ് എല്ലാത്തിനും തുടക്കം. ഇതൊക്കെ തകർക്കാൻ വേണ്ടി ഒരു ശക്തി എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്, പക്ഷേ പരാജയത്തെക്കുറിച്ച് ഞാൻ 1% പോലും ആലോചിക്കുന്നില്ല. 100% വിജയമാണ് നമുക്ക് സമ്പൂർണ്ണ വിജയം എന്നൊക്കെ പറയാണ്ട് നന്ദഗോപൻ അർജുനോട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അർജുനൊരു ധൈര്യം വരെയുണ്ട്. അവൻ പറയുന്നുണ്ട്, മോളുടെ നൂലുകെട്ട് ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, ഞാൻ എന്തായാലും എത്തും പൂജ എന്ന് പറയാണ്. അങ്ങനെ അവർ പരോൾ അപേക്ഷയ്ക്ക് വേണ്ട ഒപ്പൊക്കെ വാങ്ങിക്കാൻ കേട്ടോ. പിന്നീട് പോലീസ് വന്നിട്ട് വരുമെന്ന് പറയണം അർജുനോട്. അങ്ങനെ അർജുൻ എല്ലാവർക്കും കൈ കൊടുത്ത് അകത്തേക്ക് പോവുകയാണ്. പൂജയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് നന്ദഗോപൻ പൂജയും വിളിച്ച് പുറത്തേക്ക് പോവുകയാണ്. അവിടെ സ്നേഹ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ പുറത്ത്. എന്തായി പൂജേച്ചി എന്ന് പറഞ്ഞ് സ്നേഹ ഓടിച്ചെല്ലാണ്. അപ്പോൾ റിക്വസ്റ്റ് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്, ഇനി അത് ജയിൽ സൂപ്രണ്ട് വഴി ഹോം സെക്രട്ടറിക്ക് കൈമാറും എന്നൊക്കെ പൂജ പറയാണ്. ഇനി കോടതിയിൽ വ്യക്തമായിട്ട് വാദിക്കണം, അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ഉണ്ടാക്കിയേ പറ്റൂ. പിന്നീട് നന്ദഗോപൻ പറയുന്നുണ്ട്, നമ്മുടെ സംശയങ്ങളെല്ലാം വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യണം. ഇതിൽ പ്രിയയുടെ റോൾ എന്താണ്? സ്വാതിക്ക് പിന്നിൽ അവളാണോ? സ്നേഹസദനത്തിൽ അവൾ നടത്തുന്നത് അഭിനയമാണോ?
ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. അതുപോലെ തന്നെ സ്വാതിയുടെ മെഡിക്കൽ എവിഡൻസ്, അതിൻ്റെ കാര്യത്തിലും ഒരു വ്യക്തതയുണ്ടാവണം. റാണി എവിടെയാണ്? പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞപ്പോൾ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നത്? അവളുടെ അമ്മാവൻ കമ്മീഷണർ ഹേമേന്ദ്രൻ അവളെ മുൻനിർത്തി കളിക്കുന്ന കളിയാണോ ഇതെന്ന് കണ്ടെത്തണം. അങ്ങനെ ഓരോന്നും നമ്മൾ വ്യക്തമായിട്ട് കണ്ടെത്തിയിരിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, പ്രിയയിൽ എനിക്ക് കാര്യമായ സംശയമുണ്ട് സർ. ഭൂലോക ക്രിമിനലായ അവൾ ഇത്ര പെട്ടെന്ന് നല്ല കുട്ടിയാവുമോ? അതൊക്കെ ശരിയാണ്, പക്ഷെ ഇത്രയും വളഞ്ഞ ബുദ്ധിയുള്ള ഇങ്ങനെ രംഗത്ത് വരുമോ? സ്നേഹസദനം പോലുള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് എന്നൊക്കെ നന്ദൻ ചോദിക്കുമ്പോൾ പൂജ പറയുന്നുണ്ട്, അതൊക്കെ അവളുടെ ബുദ്ധിയാണെങ്കിലും അച്ഛാ, ഇത്ര പരസ്യമായിട്ട് കാര്യങ്ങൾ വരും, അവളെ ആരും സംശയിക്കില്ല എന്ന ബുദ്ധിപരമായിട്ടുള്ള അവളുടെ നീക്കമാണെങ്കിലോ. പ്രിയയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവൾ എന്തും ചെയ്യും സർ എന്നൊക്കെ സ്നേഹ പറയാണ്. അപ്പോൾ നന്ദ പറയുന്നുണ്ട്, മധുമുതയെ എങ്ങനെയെങ്കിലും സ്നേഹസദനത്തിൽ കയറ്റുന്ന കാര്യം ഒന്ന് സ്പീഡപ്പാക്കണം. സ്വാതിയുടെ നാട്ടിൽ നമുക്ക് നല്ലൊരു അന്വേഷണം നടത്തണം, അത് ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ അന്ന് അർജുനെ ആക്രമിച്ച ആ നാട്ടിൽ നമുക്കൊന്ന് പോകണം. അവിടെയൊക്കെ അന്വേഷിച്ചാലേ ചില തുമ്പുകൾ നമുക്ക് കിട്ടും. കുറച്ച് ക്യാഷ് ചെലവാക്കേണ്ടി വരും, എന്നാലും അവിടെ നിന്നും ആരെങ്കിലും നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ വേണ്ട തെളിവുകൾ കിട്ടും. പിന്നീട് കോടതിയിലുള്ള അജുവേട്ടൻ്റെ അടുത്ത ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് സംസാരിക്കും. പ്രൊഫഷണലായിട്ട് അജുവേട്ടന് ആരെങ്കിലും എതിർപ്പുണ്ടായിരുന്നു, അജുവേട്ടൻ ജഡ്ജ് ആവുന്നതിൽ ആർക്കെങ്കിലും ഇഷ്ടമില്ലായ്മ ഉണ്ടായിരുന്നോ എന്നൊക്കെ അന്വേഷിക്കണം എന്നൊക്കെ പൂജയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സ്നേഹ ചോദിക്കുന്നുണ്ട്, അർജുൻ സാർ എങ്ങനെയുണ്ട്, മെന്റലി ഓക്കെ ആണോ? അപ്പോൾ പൂജ പറയുന്നുണ്ട്, പൂർണ്ണമായിട്ടും അങ്ങനെ ഓക്കെ ഒന്നുമല്ല. നമുക്ക് വിഷമം വരാതിരിക്കാൻ നമ്മുടെ മുന്നിൽ അഭിനയിച്ചു, പക്ഷേ ആത്മവിശ്വാസത്തിൽ അല്പം കുറവ് വന്നിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട് എന്ന് പൂജ പറയാണ്. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഇല്ല, അർജുൻ നല്ല ആത്മവിശ്വാസമുണ്ട്, കാരണം അത് നിന്നോടുള്ള വിശ്വാസം കൊണ്ടാണ്. നീ ഇതിന്റെ പുറകെയുള്ളത് കൊണ്ട് തന്നെ അവൻ വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസം അർജുനുണ്ട്. പിന്നീട് കാണിക്കുന്ന സ്നേഹസദനത്തിൽ വസന്തൻ മീനാക്ഷി അമ്മയെ മാറ്റി നിർത്തി സംസാരിക്കാൻ കേട്ടോ. അമ്മ, ഞാൻ അമ്മയോട് പറയുന്ന കാര്യങ്ങൾ അമ്മ കാതോട് മറ്റൊരു കഥ ചേർത്ത് പറയണമെന്ന് പറയണം. എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ കേട്ടോ. അതേ, മധുവിനെ നമുക്ക് ഇവിടുത്തെ ഒരു സ്റ്റാഫാക്കണം. അപ്പം മീനാക്ഷി അമ്മ പറയും, എന്നിട്ട് വേണം ഇവിടെ നല്ലവണ്ണം പോകുന്ന ഈ സ്നേഹസദനത്തിന് ആകെ അലമ്പാക്കാൻ. അതിന് നിന്നെ ഞാൻ സഹായിക്കണമല്ലേ, നീ പോയി പണി നോക്കും മോനെ എന്നൊക്കെ മീനാക്ഷി അമ്മ പറയാൻ കേട്ടോ. എന്നെ വീട്ടിൽ നിന്നും അടിച്ചിറക്കിയവളാണ് എൻ്റെ ഭാര്യ, ഇനി ഇവിടെ നിന്നും എന്നെ ഓടിക്കണമല്ലേ നിനക്ക്? ഇതിനാണോ നീ എന്നോട് സ്നേഹം കാണിച്ചത് എന്നൊക്കെ ചോദിച്ച് വസന്തനെ കുറ്റപ്പെടുത്താൻ കേട്ടോ. അങ്ങനെയൊന്നുമല്ല അമ്മേ, ഞാൻ പറയുന്നത് ആദ്യം കേൾക്കും. ഇത് പൂജക്കും അർജുനും നമുക്കും വേണ്ടിയൊക്കെ ഞാൻ സംസാരിക്കുന്നത്. അർജുൻ ജയിലിലാണെന്ന കാര്യം അമ്മക്കറിയാമല്ലോ. അർജുനെ പുറത്തിറക്കാൻ പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അതിനാണ് അമ്മയുടെ സഹായം വേണമെന്ന് ഞാൻ പറഞ്ഞത്. അർജുനെ ഈ കേസിൽ കുടുക്കിയതിന് പലരെയും നമുക്ക് സംശയമുണ്ട്, അതിലൊരാളാകാൻ പ്രിയ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വസന്ത പറയുമ്പോൾ മീനാക്ഷമ്മ പറയുന്നുണ്ട്, അർജുൻ ജയിലാവാൻ കാരണം പ്രിയ ആകും എന്ന് എനിക്കും സംശയമുണ്ട്. അപ്പോൾ വസന്ത പറയുന്നത്, ആ സംശയം ഉറപ്പിക്കാൻ വേണ്ടി പ്രിയയുമായിട്ട് അടുത്തു നിൽക്കുന്ന ഒരാൾ ഇവിടെ വേണം, ഒരു കൂട്ടുകാരിയെ പോലെ ഇടപഴകണം. അങ്ങനെ ആയാൽ ചിലപ്പോൾ പ്രിയയുടെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ മീനാക്ഷമ്മ പറയുന്നത്, അവൾ പഠിച്ച കള്ളിയാണ്, അവളുടെ മനസ്സിൽ കയറി അതിലുള്ളത് പിടിച്ചെടുക്കാമെന്ന് ആരും വിചാരിക്കേണ്ട. ഒന്ന് ശ്രമിച്ചു നോക്കാമല്ലോ അമ്മ. മധുമിതയും പ്രിയയും പണ്ടേ കൂട്ടാണ്. അങ്ങനെ മധു ഇവിടെ വരികയാണ്, അവർ കൂടുതൽ അടുക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളും അറിയാനും സാധിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ മീനാക്ഷി അമ്മക്ക് കാര്യം മനസ്സിലാവാൻ അവർ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ വിശ്വനാഥ് സാറിനോട് പറയണം അല്ലേ മധുവിനെ ഇവിടെ കൊണ്ടുവരാൻ? അപ്പോൾ വസന്തൻ അതേ അമ്മയെന്ന് പറയാണ്. അതിന് വേണ്ടിയിട്ട് അമ്മ ഇവിടെ അല്പം അഭിനയിക്കണം, അമ്മക്ക് ക്ഷീണമാണെന്നും കാര്യങ്ങളെ നോക്കി നടത്താൻ ബുദ്ധിമുട്ടാണെന്ന രീതിയിൽ പറയണം. അപ്പോൾ വേറൊരാളെ നിയമിക്കാൻ വേണ്ടി ചോദിക്കും. ആ സമയത്ത് നമുക്ക് മധുവിനെ ഇവിടെ കൊണ്ടുവരാമെന്ന് പറയാണ്. അപ്പം മീനാക്ഷമ്മ പറയുന്നുണ്ട്, വിശ്വനാഥ് സാറിനെ പോലുള്ള നല്ലൊരാളോട് ഞാൻ എങ്ങനെ എനിക്ക് വയ്യ എന്ന് കള്ളം പറയും? അതിന് എനിക്ക് പറ്റില്ല വസന്ത എന്ന് പറയാട്ടോ. അത് നമ്മളൊരു സത്യത്തിന് വേണ്ടിയല്ല, പൂജയ്ക്ക് വേണ്ടിയല്ലേ ഒരു നന്മ ചെയ്യുന്നത്. അങ്ങനെ മീനാക്ഷമ്മ സംഭവിക്കുകയാണ്. അവർ പറയുന്നത്, എന്തായാലും വിശ്വനാഥ് സാറോട് നേരിട്ട് പോയി പറഞ്ഞാൽ അവർക്ക് ബോധ്യമായില്ല, അതുകൊണ്ട് തന്നെ അവരുടെ മുന്നിൽ ഒന്ന് അഭിനയിക്കാമെന്ന് മീനാക്ഷി അമ്മ ഉറപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന അർജുൻ്റെ വീടാണ്. അവിടെ മാധുരിയും മധുവും മഹേശ്വരിയുമൊക്കെ ആകെ വിഷമിച്ചിരിക്കാട്ടോ. ആ ലെറ്റർ വായിച്ചതിന് ശേഷം അവിടേക്കാണ് പൂജ കടന്നു വരുന്നത്. അവൾ പറയുന്നുണ്ട്, അമ്മയെ മധു ആൻറ്റി, നമ്മൾ ഇന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി നീക്കിയിട്ടുണ്ട്. സ്നേഹയും അഖിലും ഡോക്ടറിനെ പോയി കണ്ടു. തൽക്കാലത്തേക്ക് നമുക്ക് ഡോക്ടറിനെ സംശയിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇന്ന് ഞാൻ ജയിലിൽ പോയി രാജുവേട്ടനെ പരോളിനുള്ള അപേക്ഷയൊക്കെ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പൂജ ഓരോ കാര്യങ്ങൾ ഭാഗത്തോരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാധുരമ്മയുടെയും മഹേശ്വരമ്മയുടെയും മധുവിന്റെ മുഖത്തൊന്നും ഒരു എക്സ്പ്രഷനും മാറ്റം കാണില്ല. അവരെല്ലാം വിഷമിച്ച് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? ഞാനിതെല്ലാം പറഞ്ഞിട്ടും എന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കാൻ കേട്ടോ. അവസാനം മാധുരി പറയുന്നുണ്ട്, എൻ്റെ മോന് പരോളും വേണ്ട, ജാമ്യവും വേണ്ട, അവൻ അവിടെ തന്നെ കഴിഞ്ഞോട്ടെ. ഇത് കേൾക്കുമ്പോൾ പൂജ ഷോക്കാകാൻ കേട്ടോ. മോളെ അപേക്ഷ വലിച്ചു കീറി കളഞ്ഞേക്കെന്ന് പറയണം. അപ്പോൾ പൂജക്ക് ദേഷ്യം വരും, എന്താ കാര്യം പറയട്ടെ മധുവിനോട്. അപ്പോൾ അവർ ആ ലെറ്റർ എടുത്തിട്ട് പൂജയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ പൂജ ആ ലെറ്റർ വായിക്കുകയാണ് കേട്ടോ. വായിച്ചു കഴിഞ്ഞിട്ടും പൂജക്ക് വല്ല മാറ്റം തോന്നിയില്ല. മഹേശ്വരമ്മ ചോദിക്കാൻ, നീ മോളെ ആ ലെറ്റർ വായിച്ചു, എന്നിട്ട് എന്താ നീ ഒന്നും പറയാത്തത്? അപ്പോൾ കനകേച്ചി പറയുന്നുണ്ട്, ഇവരൊക്കെ ഇപ്പോഴും കുഞ്ഞിന്റെ അടുത്തായിരുന്നു. അപ്പം മാധുരി പറയുന്നുണ്ട്, നമുക്കിതെല്ലാം അവസാനിപ്പിക്കാം മോളെ, എന്തിനാ നമ്മൾ നിർത്തുന്നത് എന്ന് പൂജ ചോദിക്കുമ്പോൾ മാധുരി പറയാൻ, മോൾ ആ ലെറ്റർ വായിച്ചു. അപ്പം പൂജ പറയുന്നത്, ഞാൻ വായിച്ചു, ഇതൊരു ഭീഷണി കത്താണ്, ഇത് കണ്ട് നമ്മൾ പേടിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്.
പക്ഷേ അമ്മ, നമ്മൾ ഒന്നിനെ പേടിപ്പിക്കില്ല എന്ന് ഉറപ്പിച്ചല്ലേ ഇതിനെല്ലാം ഇറങ്ങിയത്. ഒരു ഭീഷണിക്കത്ത് വന്നപ്പോൾ തന്നെ നമ്മൾ തളർന്നു. പിന്നീട് നമുക്കൊരു കേസുമായിട്ട് വന്ന് മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് ചുവട് വെക്കാൻ പോലും നമുക്ക് പറ്റില്ല. നമുക്കൊരു ഭീഷണി വരുന്നു എന്നതിനർത്ഥം നമ്മൾ വിജയത്തിലേക്ക് അടുക്കുന്നു എന്ന. വിജയത്തിലേക്ക് കടന്നു പോകുന്നവർക്ക് പല തടസ്സങ്ങളും വരും. പക്ഷേ എല്ലാ തടസ്സങ്ങളും മറികടന്നിട്ടേ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലെറ്ററിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയും. ഈ ലെറ്റർ അയച്ചവൻ ഒരു ഭീരുവാണ്. മറഞ്ഞിരുന്നു അമ്പ് ചെയ്യുകയാണ്. ഒളിച്ചിരിക്കുന്ന എല്ലാവരെയും നമ്മൾ പുറത്തു കൊണ്ടുവരും. മുഖമൂടികൾ മാറുമ്പോൾ നമ്മൾ എല്ലാവരെയും തിരിച്ചറിയും. ഈ കത്ത് എഴുതിയത് ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പൂജ അവരെ ആശ്വസിപ്പിക്കാം. കേൾക്കുമ്പോൾ മാധുരിക്ക് അല്പം ആത്മവിശ്വാസമൊക്കെ വരുന്നുണ്ട്. അമ്മയെ സമാധാനമായിട്ടിരിക്കെ, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ പറയട്ടെ പൂജ അവരോട്. പിന്നീട് നന്ദഗോപൻ വീട്ടിലെത്തുമ്പോൾ അരുണിമ ചോദിക്കുന്നുണ്ട്, എന്താ നന്ദേട്ട പോയ കാര്യങ്ങളൊക്കെ. നന്ദൻ പറയുന്നുണ്ട്, ഉള്ള തെളിവുകളൊക്കെ വെച്ചിട്ട് നമ്മൾ പരോളിനെ അപേക്ഷിച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഇതിനുള്ള വിധികൾ വരുന്നതുവരെ നമ്മൾ വെയിറ്റ്. മാത്രമല്ല, ഇനി കോടതിയിൽ ഒരു ദിവസത്തെ വാദമുണ്ടാകും. അതിൽ നമ്മൾ അർജുന് സപ്പോർട്ടായിട്ടുള്ള തെളിവുകളെല്ലാം സമർപ്പിക്കണം, എങ്കിലേ അതിനുള്ള വിധി ഉണ്ടാകൂ എന്നൊക്കെ പറയാണ്. എന്തായാലും എനിക്ക് സ്നേഹസദനത്തിൽ പോകുന്ന വിശ്വനാഥിനെ ഒന്ന് കാണണം. ഇതിനെല്ലാം പിന്നിൽ പ്രിയ ആയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവൾ അവിടെ പാവമായി കഴിയുകയാണെങ്കിലും പുറത്തിൽ അവളുടെ സപ്പോർട്ടേഴ്സാണ് ഈ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനെ അവൾക്ക് അഭയം കൊടുത്തു എന്ന് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കും. ഇനി ഇങ്ങനെ അയാൾ വെറുതെ വിട്ടാൽ പറ്റില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷൻ മൂവ് ചെയ്യണം എന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ കമ്മീഷണറും സ്വാതിയുടെ വക്കീലും പിന്നെ പ്രോസിക്യൂഷൻ ഭാഗം വക്കീലും കൂടി ഉണ്ട്. അവർ 3 പേരും ചർച്ച ചെയ്യാൻ കേട്ടോ അർജുൻ്റെ പരോൾ അനുവദിക്കിനെ കുറിച്ചിട്ടോ. കമ്മീഷണർ പറയുന്നുണ്ട്, എന്തായാലും ഒരു ദിവസത്തെ വാദത്തിന് ശേഷം അർജുന് മിക്കവാറും പരോൾ കിട്ടാനാണ് സാധ്യത. കാരണം യാതൊരു അന്വേഷണവുമില്ലാതെയാണ് അവനെ ഉടൻ തന്നെ ജയിലാക്കിയത്. ഇതെല്ലാം അല്പം തിടക്കത്തിലായി പോയി എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമ്മൾ കൂടുതലൊന്നും അന്വേഷിക്കാതെ പോയത് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ചയായിട്ടും കണക്കാക്കാം. അതുകൊണ്ട് തന്നെ അവർ നിരത്തുന്ന തെളിവുകൾ എന്താണെന്ന് നമുക്കറിയില്ല. അത് വെച്ചിട്ട് ഒരു പക്ഷേ അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്നൊക്കെ പറയാണ്. അപ്പോൾ സ്വാതിയുടെ വക്കീൽ പറയുന്നുണ്ട്, എങ്ങനെ ആയാലും അർജുന് ഇടക്കാല പരോൾ അനുവദിക്കാൻ പാടില്ല. അങ്ങനെ എങ്ങാനും അവനെ അനുവദിച്ച് പുറത്തിറക്കിയാൽ അത് നമുക്കെല്ലാവർക്കും തിരിച്ചടിയാകും. കാരണം അഡ്വക്കേറ്റ് അർജുൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കഴിവുള്ള സാമർഥ്യമുള്ള ഒരു വക്കീലാണ്. അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ആളുകളെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കുകയും അവൻ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യും. ഇത് നമുക്കെല്ലാവർക്കും ഒരു തിരിച്ചടിയാകും. പോലീസിന്റെ ഭാഗത്തുള്ള അനാസ്ഥ, അതുപോലെ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി തിരുത്തേണ്ടി വരികയും ചെയ്യും. മാത്രമല്ല, പുറമേ നിന്നും ജനങ്ങളും മാധ്യമങ്ങളും എല്ലാം നമ്മളെ കുറ്റപ്പെടുത്താനും തുടങ്ങും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു അവസരത്തിന് ഇടവരുത്തരുത്. എന്ത് വന്നാലും ശരി, അവന് നമ്മൾ ഇടക്കാല പരോൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അവർ പറയാൻ കേട്ടോ. അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട്, എന്തായാലും ഒരു ദിവസത്തെ വാദമുണ്ടല്ലോ, ആ വാദം കഴിയട്ടെ. അതിൽ നമുക്കറിയാൻ സാധിക്കും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കേസിൻ്റെ വിധിഗതികൾ പോകുന്നതെന്ന്. അതിനനുസരിച്ച് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റൂ. ഇവിടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ നമുക്ക് തികച്ചും വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സ്നേഹസദനമാണ്. അവിടെ മീനാക്ഷിയമ്മ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, എങ്ങനെയെങ്കിലും വിശ്വനാഥിനെ ബോധിപ്പിക്കണം അവർക്ക് സുഖമില്ലാത്തതായിട്ട്. അങ്ങനെ അവർക്കൊരു സഹായത്തിന് വേണ്ടി മധുമിതയെ അവിടെ കയറ്റണമെന്നും അവന് വസന്തനും പ്ലാൻ ചെയ്തതായിരുന്നു. അതിനനുസരിച്ച് നല്ലൊരു സിറ്റുവേഷൻ നോക്കിയിട്ട് അവർ അവതരിപ്പിക്കാൻ കേട്ടോ. ആ സമയത്ത് അവിടെ വിശ്വനാഥനും പ്രിയയും മല്ലികയും വസന്തനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കണ്ണ് കാണാൻ വയ്യാത്ത പോലെയും നടക്കാനോ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് പോലെയൊക്കെ അഭിനയിക്കാൻ കേട്ടോ. ഇതൊക്കെ കാണുന്ന വിശ്വനാഥൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മീനാക്ഷി തനിക്ക്? എന്താണെന്നറിയില്ല സാർ, ഭയങ്കരമായിട്ട് കണ്ണിനൊക്കെ ഒരു മൂടൽ, നടക്കാനൊക്കെ അല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നുക. എനിക്കിങ്ങനെ എവിടെയെങ്കിലും ഇരിക്കണമെന്നൊരു വിചാരമേ ഇപ്പോഴുള്ളൂ. പഴയതുപോലെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സാറേ, എനിക്ക് സഹായത്തിന് ഒരാളെ നിർത്തേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വസന്തന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അമ്മ വിഷമിക്കണ്ട, ഇപ്പോൾ മധു ഉണ്ടല്ലോ അമ്മയെ നോക്കാം. എന്തായാലും അവൾക്ക് അമ്മയോട് നേരത്തെ ചെയ്തതിലെല്ലാം കുറ്റബോധമുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അവസരവുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. ഇനി അമ്മയുടെ ഇഷ്ടം പോലെ എന്ന് പറയാണ്. പക്ഷേ വിശ്വനാഥിന് ഇഷ്ടമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. മധു ആ രീതിയിലായിരുന്നല്ലോ ഇവിടുത്തെ പിള്ളേരോടൊക്കെ പെരുമാറിയിരുന്നത് എന്നൊക്കെ വസന്തം പറയുമ്പോൾ വിശ്വനാഥൻ പറയും, എങ്കിൽ വിഷമിക്കണ്ട, മധുമിതയെ ഇങ്ങോട്ടേക്ക് വിളിച്ചോളൂ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മീനാക്ഷി അമ്മക്കും വസന്തനൊക്കെ സന്തോഷമാവുകയാണ്. പക്ഷേ അതേ സമയം തന്നെ പ്രിയക്ക് ആകെ ഉള്ളിലൊരു ഭയം വരികയാണ് കേട്ടോ.